ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. 31 ഡിസംബർ 2020 നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെക്കുറിച്ചും പല സ്റ്റോക്കുകൾ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സുമാണ് ഇന്നത്തെ വീഡിയോ വഴി കവർ ചെയ്യുന്നത്. വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ്. വരും ദിവസങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ടറാണ് ഷുഗർ ആൻഡ് എത്തനോൾ പ്രൊഡ്യൂസിംഗ് സെക്ടർ. കാരണം ഈ സെക്ടറിലേക്ക് യൂണിയൻ ഗവൺമെൻറ് 4573 കോടി രൂപയുടെ സബ്സിഡിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ബെനിഫിറ്റ് വരും ദിവസങ്ങളിൽ ഷുഗർ റിലേറ്റഡ് സ്റ്റോക്കുകളിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ COVID-19 റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ്. 2021 ജനുവരി 31 വരെ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റുകൾ സസ്പെൻഡ്, അതായത് ഇൻ്റർനാഷണൽ പാസഞ്ചർ ഫ്ലൈറ്റുകൾ സസ്പെൻഡ് ആയിരിക്കും. അതായത് ഇൻ്റർനാഷണൽ പാസഞ്ചർ ഫ്ലൈറ്റുകൾ 2021 ജനുവരി 31 വരെ പറക്കുകയില്ല. ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മൾക്ക് ഏവിയേഷൻ കമ്പനിയിലെ പ്രധാനപ്പെട്ട സ്റ്റോക്കുകളായിട്ടുള്ള ഇൻഡിഗോ അതുപോലെ തന്നെ സ്പൈസ് ജെറ്റ് എന്നീ സ്റ്റോക്കുകളിൽ പ്രതീക്ഷിക്കാം. UPL ഷെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ന്യൂസ് വന്നിട്ടുണ്ട്. അതായത് കമ്പനി അതിൻ്റെ ഡെപ്റ്റ് ഏകദേശം $410 മില്യൺ കൊടുത്ത് കമ്പനി അതിൻ്റെ ഡെപ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളൊരു ന്യൂസ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നമ്മൾക്ക് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. എക്കണോമിയുടെ ഇൻഡിക്കേറ്റർ ആയിട്ടുള്ള മാക്രോ ഇൻഡിക്കേറ്ററിൽപ്പെട്ട ഒരു ഇൻഡിക്കേറ്റർ ആയിട്ടുള്ള ഇന്ത്യയുടെ കറണ്ട് അക്കൗണ്ട് നോക്കുകയാണെങ്കിൽ കറണ്ട് അക്കൗണ്ട് $15.5 ബില്യൺ ഉയർന്നിട്ടുണ്ട്. അതായത് സെപ്റ്റംബർ മാസത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 2.4%. ഇത് ഇക്കണോമിയുടെ ഒരു പോസിറ്റീവ് ഇൻഡിക്കേഷനായിട്ട് കണക്കാക്കാം. അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട സ്റ്റോക്കാണ് ജ്യോതി ലാബ്. കാരണം റീസെൻ്റ് റിസർച്ച് റിപ്പോർട്ട് പറയുന്നത് ജ്യോതി ലാബിൻ്റെ ഒരു പ്രൊഡക്റ്റ് ആയിട്ടുള്ള പ്രിൽ വളരെ വ്യാപകമായി അല്ലെങ്കിൽ വളരെയധികം സെയിൽ വരുന്ന ക്വാർട്ടറിൽ ഉണ്ടാക്കും എന്നുള്ളൊരു ന്യൂസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട മറ്റൊരു സ്റ്റോക്കാണ് റൈറ്റ്സ്. കാരണം 30 ഡിസംബർ 2020 ചേർന്ന റൈറ്റ്സിൻ്റെ ബോർഡ് മീറ്റിംഗ് ഈ സ്റ്റോക്കിന് 5 രൂപ പെർ ഷെയർ എന്ന രീതിയിൽ ഇൻട്രിം ഡിവിഡൻഡ് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇൻട്രിം ഡിവിഡൻഡിൻ്റെ റെക്കോർഡ് ഡേറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് 11 ജനുവരി 2021 ആണ്. കണ്ടിന്യൂസ് ആയി 6ാമത്തെ ട്രേഡിംഗ് സെഷനിൽ, അതായത് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റ് ഒരു പോസിറ്റീവ് ഔട്ട്ലുക്കിലായിരുന്നു. ആ പോസിറ്റീവ് ഔട്ട്ലുക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം യൂറോപ്യൻ മാർക്കറ്റ്സ് വളരെ നന്നായി പെർഫോം ചെയ്തു എന്നുള്ളതാണ്. യൂറോപ്യൻ മാർക്കറ്റ് വളരെ നന്നായി പെർഫോം ചെയ്യുന്നതിനുള്ള കാരണം ആസ്ട്രോജെനിക്ക എന്ന് പറയുന്ന COVID-19 വാക്സിന് UK അതായത് ഇംഗ്ലണ്ട് അപ്രൂവൽ കൊടുത്തു എന്നുള്ളൊരു ന്യൂസാണ്. ഇതേ വാക്സിനുള്ളൊരു അപ്രൂവൽ നമ്മൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് മൊമെൻ്റം ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട മറ്റൊരു സ്റ്റോക്കാണ് BDL. കാരണം BDLൻ്റെ ഒരു പ്രോഡക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫൻസ് സെക്ടറിൻ്റെ ഒരു പ്രോഡക്റ്റ് ആയിട്ടുള്ള ആകാശ് എന്ന് പറയുന്ന സർഫസ് ടു എയർ മിസൈൽ സെൽ ചെയ്യുന്നതിന് വേണ്ടി യൂണിയൻ ക്യാബിനറ്റിൻ്റെ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. ഏകദേശം 2024 കൂടി $5 ബില്യൺ ഈ ഡിഫെൻസീവ് എക്യുപ്മെൻറ്റിൻ്റെ സെല്ലിംഗ് വഴി ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ COVID-19 റിലേറ്റഡ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് ന്യൂസ് മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ ജമ്മു കാശ്മീരിലും ജനുവരി 31 വരെ COVID-19 റിലേറ്റഡ് ആയിട്ടുള്ള ലോക്ക്ഡൗൺ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരിക്കും എന്നുള്ളൊരു ന്യൂസ് വരുന്നുണ്ട്. ഇത് COVID-19 റിലേറ്റഡ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് ന്യൂസ് തന്നെയാണ്. അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട മറ്റൊരു സ്റ്റോക്കാണ് ഫിലാടെക്സ് ഇന്ത്യ. കാരണം ഫിലാടെക്സ് ഇന്ത്യ അതിൻ്റെ സോളാർ പവർ പ്ലാന്റ് ദാദ്ര അതുപോലെ തന്നെ ദഹേജ് എന്നീ സ്ഥലങ്ങളിൽ തുറന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഓപ്പണിംഗ് അല്ലെങ്കിൽ ഈ പ്ലാന്റുകളുടെ കൊമേഴ്സ്യൽ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത് 30 ഡിസംബർ 2020 അല്ലെങ്കിൽ ഇന്നത്തെ ദിവസമാണ്. ഇനി കെംകോൺ സ്പെഷ്യാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ന്യൂസ്. കെംകോൺ സ്പെഷ്യാലിറ്റിയിൽ ഏകദേശം 10 ലക്ഷത്തോളം ഷെയറുകൾ പ്ലൂട്ടസ് വെൽത്ത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനി അക്വയർ ചെയ്തിട്ടുണ്ട്. ഇതൊരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. അതുപോലെ തന്നെ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട മറ്റൊരു സ്റ്റോക്കാണ് സെൻറ്റം ഇലക്ട്രോണിക്സ്. കാരണം സെൻറ്റം ഇലക്ട്രോണിക്സിൽ ഏകദേശം 4 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് HDFC ഡിവിഡൻഡ് ഈൽഡ് ഫണ്ട് നടത്തിയത്. അതുപോലെ തന്നെ HDFC ഇക്വിറ്റി ഈ ഷെയറിൽ ഹോൾഡ് ചെയ്തിരുന്ന 3,72,000 ഷെയറുകൾ വിൽക്കുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ നമ്മൾ വരുന്ന സെക്ഷനിൽ
ആൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. മാർക്കറ്റിൽ പല രീതിയിലുള്ളൊരു ബൾക്ക് ഡീലും നടക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ബൾക്ക് ഡീലായിരുന്നു സത്ലജ് ടെക്സ്റ്റൈൽസിൻ്റെ 5.98% വരുന്ന സ്റ്റേക്ക് ഹോൾഡിംഗ് എർത്ത് സ്റ്റോൺ ഹോൾഡിങ്സ് അത് മറ്റൊരു കമ്പനിയായിട്ടുള്ള ഹിന്ദുസ്ഥാൻ ടൈംസിന് ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ളൊരു ന്യൂസ്. ഇതുകൂടാതെ നാളത്തെ സെഷനിൽ, അതായത് 31 ഡിസംബർ 2020 നമ്മൾ 3 സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. കാരണം ആ സ്റ്റോക്കുകളുടെ ബോർഡ് മീറ്റിംഗ് വരുന്നത് 31 ഡിസംബർ 2020 ആ സ്റ്റോക്കുകൾ നിതിൻ കാസ്റ്റിംഗ്, അതുപോലെ തന്നെ സ്പന്ദന സ്ഫൂർത്തി ഫിനാൻഷ്യൽ, അതുപോലെ ഗെയിങ്ക ബിസിനസ് ആൻഡ് ഫിനാൻസ് എന്നീ കമ്പനികളാണ്. കൂടാതെ നാളത്തെ സെഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട മറ്റൊരു സ്റ്റോക്കാണ് ഫോർട്ടിസ് ഹെൽത്ത് കെയർ. കാരണം ICRA ഫോർട്ടിസ് ഹെൽത്ത് കെയറിൻ്റെ റേറ്റിംഗ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ശ്രീറാം ട്രാൻസ്പോർട്ട് ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ന്യൂസ് കൂടി വന്നിട്ടുണ്ട്. കാരണം ഈ കമ്പനി അതിൻ്റെ NCD, അതായത് നോൺ റെമിറ്റബിൾ കൺവേർഷൻ ഡെബിച്ചർ ഇഷ്യൂ ചെയ്ത് ഏകദേശം 225 കോടി രൂപയുടെ ഫണ്ട് റേസിങ്ങിനുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കിയായിരുന്നു. ആ പ്ലാൻ അപ്രൂവ് ആകുന്ന ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. കൂടാതെ ORS അല്ലെങ്കിൽ ORS എന്ന് പറയുന്ന ഫസ്റ്റ് എയ്ഡ് പ്രൊഡ്യൂസിങ് കമ്പനി ആയിട്ടുള്ള FDC റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ന്യൂസ് വന്നിട്ടുണ്ട്. അതായത് BFS മെഷീൻ ഉപയോഗിക്കുന്നത് വഴി ഈ FDCയുടെ പ്ലാന്റിൻ്റെ കപ്പാസിറ്റി കൂടി എന്നുള്ളതാണ് ഈ കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ന്യൂസ്. ഇനി ഇലക്ട്രോതേം എന്ന് പറയുന്ന കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് ന്യൂസ് വന്നിട്ടുണ്ട്. കാരണം ടേം ലോണിൽ ഈ കമ്പനി ഡിഫോൾട്ട് വരുത്തി എന്നുള്ളൊരു ന്യൂസാണ് ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളമുള്ള നെഗറ്റീവ് ന്യൂസ്.